പതാക കൊടിമര ദീപശിഖ ജാഥകൾ CPIM സംസ്ഥാന സമ്മേളന നഗരിയിൽ സംഗമിച്ചതോടെ കൊല്ലം നഗരം ചെങ്കടലായി. നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം CPIM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി നാളെ അവതരിപ്പിക്കും. അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ വിപുലമായ വാർത്താ സംഘം 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ന്യൂസ് മലയാളം പ്രേക്ഷകർക്കായി റിപ്പോർട്ട് ചെയ്യും. പുന്നപ്ര വയലാർ രണസ്മരണകൾ ഉറങ്ങുന്ന വയലാറിൽ നിന്ന് പുറപ്പെട്ട ദീപശിഖ ജാഥയും ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച കൊടിമര ജാഥയും പുനരൂർ അമ്പലാട്ടെ മുത്തുസ്വാമിയുടെ ബലികുടീരത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ ജാഥയും സമ്മേളന നഗരിയിൽ സംഗമിച്ചു. ആശ്രമം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ചെങ്കൊടി ഉയർന്നു. സംസ്ഥാന സമ്മേളനത്തിന്റെ ആവേശത്തിലാണ് കൊല്ലം നഗരം. തുടർഭരണത്തിന് തുടർച്ച നേരിടാൻ ലക്ഷ്യമിട്ട് ഇനിയുള്ള 4 നാൾ CPIM-ന്റെ സംസ്ഥാന സമ്മേളനം. 3 പതിറ്റാണ്ടിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള കൊല്ലത്ത് വീണ്ടും പാർട്ടി സമ്മേളനത്തിന് കൊടിയുയരുന്നത്. നാളെ കൊല്ലം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് മുതിർന്ന പ്രതിനിധി അംഗം പതാക ഉയർത്തും. 486 സമ്മേളന പ്രതിനിധികളും 44 നിരീക്ഷകരും അതിഥികളുമടക്കം 530 പേർ സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യാവസാനം ഉണ്ടാകും. മാർച്ച് 9-നാണ് 2 ലക്ഷം പേർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും 25,000 ചുവപ്പ് സേനാംഗങ്ങളുടെ പരേഡും നടക്കുക. എണ്ണയിട്ട യന്ത്രം എന്നത് CPIM-മായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. 3842 ബ്രാഞ്ച് സമ്മേളനങ്ങൾ, 2444 ലോക്കൽ സമ്മേളനങ്ങൾ, 210 ഏരിയ സമ്മേളനങ്ങൾ, പിന്നെ 14 ജില്ലാ സമ്മേളനങ്ങളും ചിട്ടയായി പൂർത്തിയാക്കിയാണ് 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിനായി CPIM സംഘടനാ സംവിധാനമാകെ കൊല്ലത്ത് സംഗമിച്ചത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കുമെന്നത് സമ്മേളനത്തിന് മുമ്പ് തന്നെ ധാരണയായി കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടരാനാണ് സാധ്യത. പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികളെന്ന രേഖയായിരിക്കും കൊല്ലം സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കാനും ഇടർച്ചകളും വീഴ്ചകളും തിരുത്തി മുന്നോട്ടു പോകാനുമുള്ള പ്രവർത്തന പദ്ധതികൾക്കും സംസ്ഥാന സമ്മേളനം രൂപം നൽകും. മുൻ സമ്മേളന കാലങ്ങളിലെ പോലെ CPIM-ൽ വിഭാഗീയത ഇപ്പോഴില്ല. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഒത്തിണക്കം എക്കാലത്തെയും മികച്ച അവസ്ഥയിലാണ്. എന്നാൽ തുടർഭരണം സംഘടനാ ശരീരത്തെയും വർഗ ബഹുജന സംഘടനകളെയും ആലസ്യത്തിലാക്കി. പ്രാദേശിക വിഭാഗീയതയും നേതാക്കളിൽ ചിലരിലെ ദുഷ്പ്രവണതകളും തിരുത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത്. 1ാം പിണറായി സർക്കാരിനെ പോലെ 2ാം പിണറായി സർക്കാർ ശോഭിച്ചില്ലെന്നുള്ള വിമർശനങ്ങളും ഈ സമ്മേളനം ചർച്ച ചെയ്യും. പിണറായി വിജയന് പ്രായപരിധി നേരത്തെ തന്നെ പാർട്ടി ഇളവ് നൽകിയതാണ്. 75 വയസ്സ് തികയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന EP ജയരാജനും TP രാമകൃഷ്ണനും ഇളവ് കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. 75 വയസ്സ് പിന്നിട്ട മറ്റ് നേതാക്കളാരും തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇനി ഉണ്ടാകില്ല. യുവാക്കളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നേക്കും. എല്ലാത്തിനും അപ്പുറത്തേക്ക് 3ാം LDF സർക്കാർ സാധ്യമാക്കാനുള്ള നയപരിപാടികൾക്കായിരിക്കും ഈ സമ്മേളനം മുൻഗണന നൽകുക. അതിൽ നിർണായകമാകുക മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാനിരിക്കുന്ന നയരേഖയായിരിക്കും. വിമർശനങ്ങളും സ്വയംവിമർശനങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് 3ാം LDF സർക്കാർ എന്ന് സാധ്യമാക്കാനുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഈ പാർട്ടി സമ്മേളനം കേന്ദ്രീകരിക്കുക. ടീം ന്യൂസ് മലയാളം, കൊല്ലം.